നമസ്കാരം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വളരെയേറെ ചർച്ച ചെയ്യുകയും സർക്കാർ ഒതുക്കി വെക്കുകയൊക്കെ ചെയ്ത ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ആലുവ സ്വദേശിയായ ഒരു നടൻ മുകേഷിനെതിരെയും ബാലേന്ദ്രമേനോനെതിരെയും ഇടവേള ബാബുവിനെതിരെയും ഒക്കെ അവരെ ശാരീരികമായും മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു. പേഴ്സണബിൾ ഒഫൻസ് ആയതുകൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടു, കേസ് അന്വേഷിച്ചു. കേസ് അന്വേഷണത്തിൻ്റെ ദിശയിൽ നടൻ മുകേഷിന് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നൽകി. മറ്റുള്ളവർക്കെല്ലാം തന്നെ മുൻകൂർ ജാമ്യം നൽകി. നടൻ മുകേഷ് മുൻകൂർ ജാമ്യം നേടി പുറത്തു വന്നതിന് ശേഷം നടിക്കെതിരെ അവർ വളരെ വർഷങ്ങൾക്ക് മുൻപ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ മദ്രാസിൽ കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ചു എന്നും പറഞ്ഞ്, അവസരങ്ങൾ കൊടുക്കാവുന്നവർ കാഴ്ചവെച്ചു എന്നും പറഞ്ഞ് ഒരു പോക്സോ കേസ് വന്നു. അതും കുറച്ച് ദിവസങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഈ കേസിനെ പറ്റിയുള്ള ഒന്നും തന്നെ പുറത്തേക്ക് വരാറായി. നാം ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്ന ചില കാര്യങ്ങളിലൊന്നായ ഒരു സ്പെഷ്യൽ ടീം കേസ് അന്വേഷിക്കുകയാണ്. ഏത് കേസും ഒതുക്കി തീർക്കുന്നതിനുള്ള എളുപ്പമാർഗ്ഗമാണ് സ്പെഷ്യൽ ടീം. അപ്പോൾ പിന്നെ അവരിൽ മാത്രമല്ലേ കാര്യങ്ങൾ ഒതുക്കത്തുള്ളൂ. അങ്ങനെ സ്പെഷ്യൽ ടീം കേസ് അന്വേഷണം തുടങ്ങി. ഈ കേസിനകത്ത് പിന്നീടുള്ള കാര്യങ്ങളൊന്നും, നാൾ വഴികളൊന്നും തന്നെ ജനങ്ങൾ അറിഞ്ഞതുമില്ല. അങ്ങനെ ഇരിക്കെ 2 ദിവസം മുമ്പ് ഈ നടി പുറത്തുവന്ന് പറയുകയാണ്, ഞാൻ ഇവർക്കെല്ലാം എതിരെ കൊടുത്ത പരാതികൾ പിൻവലിക്കുകയാണ്. അങ്ങനെ അവർക്ക് ആ കേസ് പിൻവലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അവർ പരാതി പിൻവലിക്കാൻ പോലീസിൽ ചെന്നാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നോൺ ബെയിലബിൾ ഒഫൻസിലുള്ള കേസാണ്. അവരതിനകത്ത് 164 മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വാദിക്കും പ്രതിക്കും കൂടി ഹൈക്കോടതിയിൽ പോയി അന്നങ്ങനെ സംഭവിച്ചു, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തായിരുന്നു, അതുകൊണ്ട് അത് കോഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ചെയ്യണമെന്ന് എഫ്ഐആർ കോഷ് ചെയ്യണമെന്നോ ചാർജ് ഷീറ്റ് കോഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോകാം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ നടി കാണിച്ചതൊക്കെ ഒരുതരം അവർക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അല്ല എന്ന് തോന്നുന്നു. അവർ മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റുവാനും അവർക്കെതിരെടുത്ത പോക്സോ കേസിനകത്ത് അവരാ കുറ്റക്കാരിയല്ല എന്ന് പുറത്തു വരുവാനും കേസിൻ്റെ ശ്രദ്ധ ആ പോക്സോയിലേക്ക് മാറ്റുവാനും വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ശരിക്കും അവർ മാധ്യമശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് അവർക്കും അറിയാം, അവരെ സഹായിക്കുന്നവർക്കും അറിയാം, അവരുടെ കൂടെയുള്ള അവർക്ക് ഉപദേശം കൊടുക്കുന്ന, ലീഗൽ അഡ്വൈസ് കൊടുക്കുന്ന കൗൺസിലേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. മിനിമം ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള അതായത് മിനിമം ശിക്ഷ ഉറപ്പായിട്ടുള്ളൊരു കേസാണ് പോക്സോ കേസ്. ആ കേസിലാണ് അന്വേഷണം ശരിയായി നടക്കുന്നില്ല എന്ന് പറഞ്ഞത്. താൻ കൊടുത്ത കേസിനകത്തേക്കാളുപരി തനിക്കെതിരെയുള്ള കേസ് അന്വേഷിക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ പലരും ചെയ്യുന്നത് ഇത്തരം അപമാനിക്കുന്നതിന് വേണ്ടി പോക്സോ കേസ് കൊടുക്കുക, ആൾക്കാരെ അപമാനിക്കുന്ന രീതിയിൽ പത്രവാർത്തകൾ കൊടുക്കുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പകർത്തി അവരെ അപമാനിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇവർക്കെതിരെയും മറ്റുള്ളവർ ചെയ്തത് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. പക്ഷേ ഈ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് കേസ് എങ്ങനെ അവർക്ക് പിൻവലിക്കാൻ പറ്റും? അന്വേഷണം നടക്കണം, അതിനുശേഷം ശിക്ഷിക്കപ്പെടേണ്ട കേസാണെങ്കിൽ അത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കണം, അതല്ലെങ്കിൽ റഫറൽ റിപ്പോർട്ട് കൊടുക്കണം. ഇനി റഫറൽ റിപ്പോർട്ട് കൊടുത്താൽ പോലും കൺസേൺ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അവർക്ക് നോട്ടീസ് ചെല്ലും, നിങ്ങൾക്ക് ഇതിനകത്ത് എതിർപ്പുണ്ടോയെന്നറിയാം. ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യാതെ ഈ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കുന്ന കേസ് തീരില്ല എന്ന് ഒരുപക്ഷെ ആ നടിക്കും അറിയാമായിരിക്കും എന്നുള്ളതാണ് സത്യം. എന്ത് സെറ്റിൽമെൻറ്റ് നടത്തിയാലും ആ സെറ്റിൽമെൻറ്റിന് പോലും ഹൈക്കോടതിയിൽ പോയി മാത്രമേ അത് തീരുള്ളൂ എന്ന് അറിയാവുന്നിട്ട് കൂടി അവർ ഇത്തരമൊരു പ്രഹസനമായി മുമ്പോട്ട് വന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ എന്തോ മറ്റൊരു ഗൂഢ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ വരികയും കേസുകൾ വരികയും ചെയ്തു. നടന്മാരെല്ലാം ഇനിയും ഇവരുടെ കേസ് ഇവർ തന്നെ പോയി പിൻവലിക്കാൻ പറ്റില്ല എങ്കിൽ പോലും പിൻവലിച്ചുകൊണ്ട് വന്നാൽ മറ്റൊരു ഡിഫമേഷൻ കേസ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ നിഗൂഢതകളുടെ പുറത്തുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ പുറത്ത് വന്ന ഈ ഒരു ആരോപണവും അന്വേഷണവും ഒക്കെ. അതൊരിക്കലും തീർക്കാൻ ഒരു വ്യക്തി പരാതിക്കാരി വിചാരിച്ചാൽ തീരാൻ പറ്റാത്ത ഒന്നാണ്. എന്തായാലും ഇനി ഇങ്ങനെ നിരന്തരം മാധ്യമങ്ങൾക്ക് ചർച്ച കൊടുക്കാനുള്ള അവസരം മാത്രമല്ല ആക്കി
ഈ പ്രശ്നത്തെയും ചെറുതാക്കി കാണുകയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായ അന്വേഷണം ഉണ്ടാകാത്തതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയും എന്നെ സംശയിക്കാം. എന്തായാലും ആത്യന്തികമായി ഈ പരാതിക്കാരിക്ക് പരാതി പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.